ജസ്നയുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരി രംഗത്തെത്തി. കാണാതാകുന്നതിന് മുൻപ്, അതായത് ദിവസങ്ങൾക്ക് മുൻപ്, മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത്. പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയാണെന്ന് മനസ്സിലായത്. ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇക്കാര്യം അന്ന് വെളിപ്പെടുത്താതിരുന്നതെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്ന് ലോഡ്ജിൽ ഒരു പയ്യനും ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെന്നും അതിന് വന്നതാണെന്നും പറഞ്ഞു. അവർ ഒരു ദിവസം ലോഡ്ജിൽ നിന്നിട്ടില്ല. 3-4 മണിക്കൂർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ടത്. 5 മണിക്ക് മുൻപ് ഇറങ്ങിപ്പോയി. ലോഡ്ജിൽ CCTV ക്യാമറയില്ല. വരുന്ന എല്ലാവരുടെയും പേര് രജിസ്റ്ററിൽ എഴുതാറുമില്ല. അന്ന് കണ്ടപ്പോൾ ആ കുട്ടി ചിരിച്ചിരുന്നു. അപ്പോഴാണ് പല്ലിൽ കമ്പിയിട്ടത് ശ്രദ്ധിച്ചത്. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന വെളുത്തു മെലിഞ്ഞ ഒരു പയ്യനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ജസ്നയുടെ മുഖം ശരിക്കും ഓർമ്മയുണ്ട്. പയ്യനെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകില്ല. പിങ്ക് വസ്ത്രം ധരിച്ചാണ് ലോഡ്ജിൽ വന്നത്. 102 നമ്പർ മുറിയാണ് എടുത്തത്. അത് രജിസ്റ്ററിൽ എഴുതിയിരുന്നില്ലെന്നും ജീവനക്കാരി വെളിപ്പെടുത്തി. അതേസമയം മുൻ ജീവനക്കാരിയുടെ ഈ വെളിപ്പെടുത്തലും ആരോപണവും തെറ്റാണെന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും ലോഡ്ജ് ഉടമ ബിജു സേവ്യറും പ്രതികരിച്ചു. ലോഡ്ജിൽ വെച്ചാണെന്ന് ജസ്നയെ കണ്ടത്. ഈ കൊച്ചെന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് മുതലാളിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴക്കുണ്ടാക്കി. ഇത് ലോഡ്ജാണ്, പലരും വരും, നിനക്കിതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്നായിരുന്നു അയാളുടെ മറുപടി. ഇവിടെയുള്ള കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞാൽ നിന്നെ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിജു എന്നാണ് ലോഡ്ജ് ഉടമയുടെ പേര്. അന്ന് അയാളെ പത്തനംതിട്ട പോലീസ് ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നുവെന്നും മുൻ ജീവനക്കാരി വെളിപ്പെടുത്തി. അതേസമയം ലോഡ്ജ് ജീവനക്കാരിക്കെതിരെ പലവിധ കേസുകളുണ്ടെന്നും അതിൻ്റെ പ്രതികാരമായാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയതെന്നുമാണ് ബിജു പറയുന്നത്. ജാതിപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് ലോഡ്ജ് ഉടമയ്ക്കെതിരെ ഇവർ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തിരുന്നു. അത് ജാമ്യമില്ലാ കേസാണ്. അത് പിൻവലിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയും വീടും നൽകണമെന്ന് അവർ പറഞ്ഞു. ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ. ഇതിൻ്റെ വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിലെന്നും ലോഡ്ജ് ഉടമ ആണയിട്ട് പറയുന്നു. കൊലക്കേസ് പ്രതിയാണെന്ന് വരെ അവർ ലോഡ്ജ് ഉടമയെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞു. കോടതി അത് പരിശോധിച്ചാണ് ലോഡ്ജ് ഉടമയ്ക്ക് ജാമ്യം നൽകിയത്. അവർ ഉദ്ദേശിച്ചത് നടക്കാത്തതുകൊണ്ട് ലോഡ്ജ് ഉടമയെ ലക്ഷ്യം വെച്ച് നടത്തിയ വെളിപ്പെടുത്തലാണിത്. ഏത് അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണെന്നാണ് ലോഡ്ജ് ഉടമ അറിയിച്ചത്. ലോഡ്ജിൽ CCTV വെച്ചിട്ടില്ല. ആകെ 8 മുറികളേ ഉള്ളൂ. 102 എന്ന മുറിക്ക് നമ്പർ നൽകിയിരിക്കുന്നതാണ്. ജസ്ന എന്നൊരാൾ അവിടെ വന്നിട്ടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ലോഡ്ജ് ഉടമയുടെ ഫോൺ കോളുകളും പരിശോധിച്ചു. ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ വ്യക്തിവൈരാഗ്യം മാത്രമാണെന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത്. 5 ലക്ഷവും വീടും നൽകിയില്ലെങ്കിൽ ലോഡ്ജും പൂട്ടിച്ച് ഉടമയെ തീർക്കുമെന്നാണ് പറഞ്ഞതെന്നും ലോഡ്ജ് ഉടമ വെളിപ്പെടുത്തി. അതിൻ്റെ രേഖകൾ കൈവശമുണ്ട്. ജീവനക്കാരിയുടെ പെരുമാറ്റം ശരിയല്ലാത്തതിനാൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പ്രതികാരമാണ്. ലോഡ്ജിൽ എത്തുന്നവരിൽ നിന്ന് പൈസ വാങ്ങുകയും മറ്റും അവർ ചെയ്തിരുന്നു. മാത്രമല്ല, ഗുണ്ടായിസം രീതിയായിരുന്നു. ജീവനക്കാരിയെയും ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ജസ്ന വന്നിരുന്ന കാര്യം ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്നും ലോഡ്ജ് ഉടമ വ്യക്തമാക്കി. അതുപോലെ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തൽ അത് തള്ളി പിതാവ് ജെയിംസ് രംഗത്തെത്തി. സ്ത്രീയുടെ പ്രതികരണം അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും കേസിൽ CBI കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു. അവർ പറഞ്ഞതിന് ഒരിക്കലും സാധ്യതയില്ല. അന്ന് CCTVയിൽ കണ്ടത് ജസ്നയല്ലെന്ന് അന്നേ കണ്ടുപിടിച്ചതാണ്. ഈ സ്ത്രീ പറയുന്നതിൽ വാസ്തവമില്ല. ഈ സ്ത്രീയാണോ അവരുടെ സുഹൃത്താണോ എന്നറിയില്ല. 1 മാസം മുൻപ് ഒരു ഫോൺ കോൾ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ചില സുഹൃത്തുക്കളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവരന്വേഷിച്ച് അതിൽ വാസ്തവമില്ലെന്ന് കണ്ടെത്തിയതാണെന്നും ജെയിംസ് വ്യക്തമാക്കി.